എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പൈനാപ്പിൾ പ്രഥമൻ്റെ ഒരു നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രഥമനാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അടപ്രഥമൻ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 300 ഗ്രാം പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇതൊരു വലിയൊരു പൈനാപ്പിളിൻ്റെ പകുതിയാണ്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതാദ്യം തന്നെ നമ്മൾ പ്രഷർ കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ പൈനാപ്പിൾ കുറച്ച് വേവുള്ളത് കൊണ്ട് തന്നെ പ്രഷർ കുക്കറിലൊരു 4 മുതൽ 5 വിസിൽ വരെ ഇത് വേവിച്ചെടുക്കാം. നമ്മളൊരു 3/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് ഇത് വേവിച്ച് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ചവ്വരി ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം. ഒരു 10 മിനിറ്റ് ഒന്ന് കുതിർത്താൽ മതി. നമ്മൾ 3/4 കപ്പ് ചവ്വരിയാണ് എടുത്തിരിക്കുന്നത്. ചവ്വരി കുറച്ച് കൂടുതൽ നമ്മൾ ഈ പായസത്തിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ചവ്വരി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പായസത്തിന് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചവ്വരി നമ്മൾ ചേർക്കുന്നത്. ചവ്വരി വെള്ളത്തോടു കൂടി തന്നെ ചേർക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല കൊഴുപ്പ് പായസത്തിന് കിട്ടും. ഇനി വേണ്ടത് ഉണ്ടശർക്കരയാണ്. നമ്മളിവിടെ 250 ഗ്രാം ഉണ്ടശർക്കര എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചീകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സോസ് പാനിലിട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് പാനിയാക്കി എടുക്കണം. ശർക്കരയിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇവിടെ കിട്ടുന്ന ശർക്കരയിൽ അങ്ങനെ അഴുക്കുണ്ടാവാറില്ല, എന്നാലും ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണ്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ ശർക്കര നന്നായിട്ടൊന്ന് അരിച്ച് എടുത്ത് വെക്കാം. ശർക്കര നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്, അത് മാറ്റി വെക്കാം. തേങ്ങാപ്പാലിലാണ് നമ്മൾ ഈ പ്രഥമൻ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 4 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. 2ാം പാലാണിത്. 2ാം പാൽ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ പ്രഥമൻ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. ഇതേ സമയം കൊണ്ട് നമ്മുടെ പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള വെള്ളം കുറച്ച് തീയൊന്ന് കൂട്ടി വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ നല്ലതാണ്. അപ്പോൾ ഇതേ കുക്കറിൽ തന്നെ വെച്ചിട്ട് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ട് വേണം പായസമാക്കി എടുക്കാനായിട്ട്. പായസം 2 രീതിയിൽ ചെയ്യാം. പാൽ വെച്ചിട്ടും ചെയ്യാം, തേങ്ങാപ്പാൽ വെച്ചിട്ടും ചെയ്യാം. പക്ഷേ എപ്പോഴും ഈ പൈനാപ്പിളും ഒക്കെ തേങ്ങാപ്പാൽ വെച്ച് ചെയ്യുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ പായസം ഉണ്ടാക്കാനുള്ള ഒരു അടികെട്ടിയുള്ള പാത്രത്തിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് ചേർത്തത്. അപ്പം നിങ്ങൾക്ക് കൂടുതലൊക്കെ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും അതുപോലെ കിസ്മിസും കൂടി ഇട്ടിട്ട് വറുത്ത് കോരി മാറ്റാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാക്കൊത്ത് ചേർക്കാവുന്നതാണ്. ഞാനിതിൽ ചേർക്കുന്നില്ല. അപ്പം കാഷ്യൂ നട്ട്സും കിസ്മിസും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. മറ്റൊരു പാത്രത്തിലേക്ക് നമ്മളിത് കോരി മാറ്റുകയാണ്. ഇനി ഈ നെയ്യിൽ നമ്മൾ വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ്. പൈനാപ്പിൾ നെയ്യിൽ കിടത്തുന്ന നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് വേണം ഇതിലേക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാനായിട്ട്. പൈനാപ്പിൾ നന്നായിട്ട് വഴറ്റി എടുക്കാൻ മറക്കരുത്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുമ്പം പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നന്നായിട്ട് തന്നെ വഴറ്റി ചേർക്കുക. ഇതിലേക്ക് ശർക്കര പാനി ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ശർക്കരയിൽ ഈ പൈനാപ്പിൾ കിടന്നിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പം ശർക്കരയും പൈനാപ്പിളും ഒക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒരു 4 കപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരിയും കൂടെ ചേർക്കാം. ഞാൻ ആ ചവ്വരി ഒന്ന് സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തോടു കൂടി തന്നെ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന തേങ്ങാപ്പാൽ ഇത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നന്നായിട്ട് കുറുകി വരും. നാട്ടിലെ ഫ്രഷ് തേങ്ങയുടെ പാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ചവ്വരി വെള്ളത്തോടു കൂടി തന്നെ ചേർക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഫ്രഷ് തേങ്ങയാണെന്നുണ്ടെങ്കിൽ 2 തേങ്ങയുടെ പാലാണ് എടുക്കേണ്ടത്. അപ്പോൾ ഒരു തേങ്ങാപ്പാലിൽ 2ാം പാലിൽ നമ്മുടെ പായസമൊക്കെ അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി മാത്രമായിട്ടും ചേർക്കാം. നമ്മളിവിടെ ഏലക്കാപ്പൊടിയും അതുപോലെ വറുത്ത ജീരകത്തിൻ്റെ കുറച്ച് പൊടിയും പിന്നെ കുറച്ച് ചുക്ക് പൊടിയും കൂടെയാണ് ചേർക്കുന്നത്. പിന്നെ ഈ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു നുള്ളുപ്പും കൂടെ ചേർത്തു. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് തേങ്ങയുടെ 1ാം പാലാണ് ചേർക്കുന്നത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് 1ാം പാൽ. നമ്മളിവിടെ ക്യാനിലെ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. ഫ്രഷായിട്ട് തേങ്ങ ഉള്ളവരെടുക്കാം. ഇവിടെ ഫ്രഷായിട്ട് കിട്ടുന്ന തേങ്ങയ്ക്കകത്തൊരു കനച്ച ചുവയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ വാങ്ങിക്കാറില്ല. ക്യാനിലെ തേങ്ങാപ്പാൽ നല്ലതാണ്. സാന്റാ മരിയ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഈ 1ാം പാൽ ചേർത്ത് കഴിഞ്ഞിട്ടൊന്ന് ഇളക്കി തീ ഓഫ് ചെയ്യുക. ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും മുന്തിരിങ്ങയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. സദ്യകളിൽ നമ്മുടെ സൈഡിലോട്ടൊക്കെ കല്യാണങ്ങൾക്ക് 3 ടൈപ്പ് പായസങ്ങൾ ഉണ്ടാകുമ്പം അതിലൊരെണ്ണം ചിലപ്പോൾ പൈനാപ്പിൾ പായസമായിരിക്കും.
അപ്പോൾ നമ്മൾ ബാക്കിയുള്ള പായസങ്ങളൊക്കെ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പായസത്തിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കംപ്ലീറ്റ് ഓണസദ്യ മെനു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് കണ്ടു നോക്കി, നല്ല ഫീഡ്ബാക്ക് തന്നു. ഇനി കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്